പ്രിയമുള്ളവരെ, ആ ചിന്ത ഉള്ളത് കൊണ്ടല്ലേ ജുമാ നമസ്കാരം മുടക്കിയിട്ടൊരു യുവാവിന് നടക്കാൻ കഴിയുന്നത്? ആ ചിന്ത നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ഒരു പെണ്ണിന്റെ മോശമായ വസ്ത്രം ധരിച്ചുകൊണ്ട് കടകമ്പോളങ്ങളിൽ നിരങ്ങാൻ തോന്നുന്നത് ആ ചിന്ത നഷ്ടപ്പെട്ടുകൊണ്ടാണ്. ആ ചിന്ത ഉള്ള ഒരു പെണ്ണിന് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഖബർ കുഴിച്ചിട്ട് ആ ഖബറിന്റെ അകത്തിരുന്ന് ഖത്തമോദിയത് താൻ മരിക്കുമെന്നും മരണത്തിന് ശേഷം ഒരു ജീവിതം തുടങ്ങുകയാണ് എന്ന പൂർണ്ണ ബോധമുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ നഫീസത്തുൽ മിസ്രിയ നമ്മുടെ നാട്ടിലെ ചിതറയിലെ സഹോദരിമാരെ പോലെ ലെഗിൻസ് ധരിച്ച് നടക്കുമായിരുന്നു. അന്തതില്ലെങ്കിൽ അതിന് സമാനമായ വസ്ത്രം ഉണ്ടാവും. ആ ചിന്തയുള്ളത് കൊണ്ടാണ് അവരെ അതിൽ നിന്ന് തടഞ്ഞത്. റാബിയത്തുൽ റളിയല്ലാഹു അൻഹ ഉഹുദ് മലയുടെ താഴ്ഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞ് 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 മെലിഞ്ഞുണങ്ങിപ്പോയത് എന്തുകൊണ്ടാണ്? എനിക്ക് നല്ലൊരു അമലില്ല പടച്ചവനെ എന്ന് പറഞ്ഞ് ഉഹുദ് മലയുടെ താഴ്വരയിൽ ഇരുന്ന് തേങ്ങിക്കരയുന്ന മെലിഞ്ഞുണങ്ങിപ്പോയ ഒരു മനുഷ്യനായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാറിയത് എന്തുകൊണ്ടാ? താൻ മരിക്കുമെന്നും മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് ഒരു തുടക്കം, അതാണ് ഒരു യഥാർത്ഥ ജീവിതമെന്നും അറിവുള്ളത് കൊണ്ടാണ്. നമ്മളത് മറന്നപ്പോ ഉമ്മ കുളിക്കുന്നത് ഒപ്പിയെടുക്കുന്ന മൊബൈൽ കയ്യിൽ വെക്കുന്ന മക്കളായി മാറി. നമ്മളത് മറന്നപ്പോ ഭർത്താവിനെ ഒറ്റിക്കൊടുക്കുന്ന ഭാര്യമാരായി മാറി. നമ്മളത് മറന്നപ്പോ ക്യാമ്പസിലും സ്കൂളിലും സുലഭമായി കഞ്ചാവ് ഉപയോഗിക്കുന്നവരായി മാറി. നമ്മളത് മറന്നപ്പോ 16, 17, 18 വയസ്സുള്ള പ്രിയപ്പെട്ട യുവാക്കൾ നിക്കാഹില്ലാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സൈക്കോളജിക്കൽ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വഷളായി. ലിവിൻ ടുഗദർ എന്ന ഓമന പേരിട്ട് വിളിച്ച് നിക്കാഹിന്റെ തനതായ മൂല്യത്തെ കബറടക്കിയിട്ട് ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മാറിയത് താൻ മരിക്കുമെന്നുള്ള ചിന്തയെ കബറടക്കിയതിന്റെ പേരിലാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾ ആ ചിന്തയിലേക്ക് മടങ്ങി വന്നിരുന്നെങ്കിൽ അഹ്യല്ലാഹു ഖൽബ, നിങ്ങളുടെ ഖൽബിന് അല്ലാഹു ജീവൻ തരുമായിരുന്നു. നിങ്ങൾക്കൊരു മനുഷ്യനാകാൻ കഴിയുമായിരുന്നു. ചിതറപ്പള്ളിയിലേക്ക് ബാങ്ക് കേൾക്കുമ്പോ പരിസര കടകളിൽ നിന്നും വീടുകളിൽ നിന്നും ഇറങ്ങി കൃത്യമായി നമസ്കരിക്കാൻ അമീൻ ഉസ്താദിന്റെ പുറകിൽ നിൽക്കാൻ ഓടിയെത്തുന്ന പ്രിയപ്പെട്ടവർ അവർ ഭ്രാന്തുള്ളത് കൊണ്ട് വരുന്നതല്ല. അവരെ മറ്റുള്ളവർ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോ അവർക്ക് മരിക്കുമെന്ന പേടിയും ബോധവുമുള്ളത് കൊണ്ട് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് ഓടിയെത്തുന്നവരാ. മഗ്‌രിബിന്റെ സമയം മുതൽ അവിടെ നിന്നങ്ങോട്ട് രാത്രിയുടെ യാമങ്ങളിൽ പാതിരാവിൽ ഒരു ലൈസൻസുമില്ലാതെ തന്റെ മുമ്പിൽ വരുന്ന ചാനൽ കെട്ടുകാഴ്ചകളെ വിളമ്പിയെടുത്ത് ആഘോഷമാക്കിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം പെങ്ങന്മാർ തന്റെ മരണത്തെ മറന്നുപോയത് കൊണ്ടാണ് ആ ചിന്ത വരിക. പണ്ടുകാലത്തങ്ങനല്ല. നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം വീടുകളിൽ പോലും രാത്രിയാകുമ്പോൾ നമ്മുടെ ഉമ്മമാരും നമ്മുടെ ഉപ്പമാരും ഒക്കെ താൻ മരിക്കുമെന്ന ചിന്ത മനസ്സിൽ കൊണ്ട് നടക്കുമായിരുന്നു. ചിലരെങ്കിലും പാടുമായിരുന്നു, ദാഹം മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബനാ, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ചിലരെങ്കിലും പാടുമായിരുന്നു. ആ കാലം കഴിഞ്ഞു. ഓർമ്മകളെല്ലാം ദുനിയാവിന് വേണ്ടിയായി, ആഘോഷങ്ങളെല്ലാം ദുനിയാവിന് വേണ്ടിയായി, ജീവിതങ്ങളെല്ലാം ദുനിയാവിന് വേണ്ടിയായി. അല്ലാഹുവിന്റെ റസൂല് പറയും, അങ്ങനെ മരണത്തെക്കുറിച്ച് ചിന്തിച്ചു പോയവർക്ക് അവന്റെ മരണം പോലും അല്ലാഹു ലഘുവാക്കി കൊടുക്കുന്നതാ. ഒരു കടുപ്പമില്ലാത്ത, ഒരു ബുദ്ധിമുട്ടില്ലാത്ത, ഒരു പ്രതിസന്ധിയില്ലാത്ത മരണം ആകാശത്ത് തല നിൽക്കുന്നത് പോലെ, കണ്ണുകളിൽ നിന്ന് തീ പാറുന്നവനെ പോലെയാണ് അസ്റായീൽ റൂഹ് പിടിക്കാൻ വേണ്ടി വരിക. ആ റൂഹ് പിടിക്കാൻ വേണ്ടി അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടുത്ത് പറന്നിറങ്ങുമ്പോ എന്റെ ചിതറയിൽ വന്ന പ്രിയപ്പെട്ടവരെ, ആ റൂഹ് പിടുത്തം ഒരു ബുദ്ധിമുട്ടായി നിങ്ങൾക്ക് വരില്ല. നിങ്ങൾ എത്ര പ്രാവശ്യം നിങ്ങൾ ദിവസങ്ങൾ തോറും മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നുവോ, നിങ്ങൾ മരിക്കുന്ന സമയത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലഘുവാക്കി തരുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ആ ചിന്തയില്ലെങ്കിൽ വിജയിക്കാൻ പറ്റില്ല മുസ്ലിങ്ങളെ. ആ ചിന്തയില്ലെങ്കിൽ വിജയിക്കാൻ കഴിയില്ല പെങ്ങളെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോടൊരു പ്രിയപ്പെട്ട പെങ്ങൾ വന്ന് പറഞ്ഞു, പ്രിയപ്പെട്ട ആയിഷ ബീവിയേ,
എനിക്ക് കഴിയുന്നില്ല, എന്റെ മനസ്സുമല്ലാതെ കട്ടിയുള്ളതായി പോയി ബീവിയെ. ആരോടും ദേഷ്യപ്പെടുകയാ, എപ്പോഴും കോപമാ, ആരോടും ഒരു സ്നേഹമില്ല, ഒരു ദയ തോന്നുന്നില്ല, ഒരു മനുഷ്യത്വം തോന്നുന്നില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തതെന്തെന്നറിയോ? പെണ്ണേ, നീ മരണത്തെക്കുറിച്ച് ചിന്തിക്കുക, നിന്റെ മുന്നിൽ അസ്റായിൽ വരുമെന്നതിനെ കുറിച്ച് ചിന്തിക്കുക, നിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന, നിന്നെ പൊതിയുന്ന രംഗത്തെക്കുറിച്ച് ആലോചിക്കുക. എന്നിട്ട് പെണ്ണേ നീ പൊട്ടിക്കരയുക. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ദിവസങ്ങൾക്ക് ശേഷം ആ പെങ്ങൾ വന്ന് പറയുകയാണ്, ബീവിയേ, എന്റെ മനസ്സിനെന്തോ ഒരു റാഹത്താണെന്നറിയോ, എന്റെ ഖൽബിനെന്തോ ഒരു സമാധാനമാണെന്നറിയോ. എനിക്കിപ്പോൾ ആരോടും ദേഷ്യമില്ല, എനിക്കിപ്പോൾ ആരോടും കോപമില്ല, എന്റെ മനസ്സ് നേർമയായിരിക്കുകയാണ്, നന്മ കൊണ്ട് നിറഞ്ഞിരിക്കുകയാ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ആ പ്രിയപ്പെട്ടവള് പറഞ്ഞു പോരെങ്കിൽ എന്തിനാ മടിച്ചു നിൽക്കുന്നത്? മസിലുണ്ടാക്കാൻ പരിശ്രമിക്കുന്ന ചെറുപ്പക്കാരാ, ആ പരിശ്രമത്തിന്റെ ഒരു സെക്കൻഡ് ആത്മാവിന്റെ പരിശുദ്ധിക്ക് വേണ്ടി, മരണചിന്തയ്ക്ക് വേണ്ടി ഒന്ന് മാറ്റിവെച്ചുകൂടെ? ശരീരത്തിന്റെ സൗന്ദര്യം കൂട്ടാ, വസ്ത്രത്തിന്റെ മോഡൽ മാറ്റാൻ പരിശ്രമിക്കുന്ന പെങ്ങളെ, ആ പരിശ്രമത്തിന്റെ ഒരംശം മാറ്റിവെച്ചാ പോരെ? അല്ലാഹുവേ, ആ മരണത്തിന്റെ ഭയാനകരമാണ് ചിന്ത കൊണ്ട് നമ്മുടെ മനസ്സിനെ ഇളക്കി മാറ്റിയിട്ട് അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്ക് പോകാം. പക്ഷേ നമ്മളെ ദുനിയാവ് സമ്മതിക്കൂല. ഇന്ന ദുനിയാ ബഹറുൻ നമീക്, ദുനിയാവ് ആഴമേറിയ കടലാണ്. ആ കടലിന്റെ അകത്ത് വീണ് കൈകാലിട്ടടിക്കുന്നവരാ നമ്മൾ. ദുനിയാവ് സമ്മതിക്കൂല. ദുനിയാവ് ചമഞ്ഞൊരുങ്ങി നിൽക്കുകയാ, ദുനിയാവ് ചമഞ്ഞൊരുങ്ങി നിൽക്കുകയാ. ഇന്ന മിമ്മാ അഖാഫു അലൈക്കും ബഅദി അയ്യുസ്തഹ അലൈക്കും മിൻ സഹറത്തി ദുനിയാ വസീനത്തിഹാ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാരുണ്യത്തിന്റെ തിരുദൂതർ പറഞ്ഞതെന്തെന്നറിയോ? ഞാൻ പേടിക്കുന്നതെന്താ? എന്റെ മനസ്സിലെ ഏറ്റവും വലിയ പേടി എന്താ? ദുനിയാവിന്റെ സൗന്ദര്യത്തിന്റെ, സൗകുമാര്യതയുടെ, സുഖത്തിന്റെ, ആഘോഷത്തിന്റെ, ആർഭാടത്തിന്റെ, ആഹ്ലാദത്തിന്റെ, ആനന്ദത്തിന്റെ കവാടങ്ങൾ ഈ സമുദായത്തിന് തുറന്നു കൊടുക്കുന്ന ഒരു കാലത്തെ ഞാൻ പേടിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. ആ കാലഘട്ടമല്ലേ ഇന്ന് ചിതറയിൽ ഞാൻ ഈ പള്ളിയുടെ മുറ്റത്ത് അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ കാലഘട്ടത്തിലല്ലേ ചെറുപ്പക്കാരാ നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്? എവിടെയും സൗന്ദര്യമല്ലേ? ദുനിയാവിന്റെ മൊഞ്ച് കാണിച്ചു പെണ്ണും പണവും മണ്ണുമല്ല മനുഷ്യ മനസ്സിനെ മയക്കിയെടുക്കാൻ പരിശ്രമിക്കുന്നു. ഒരു മയക്കുമരുന്ന് പോലെ ആ മനുഷ്യന്റെ മസ്തിഷ്കം മരവിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ മടങ്ങിവാ ചെറുപ്പക്കാരാ, മടങ്ങിവാ പ്രിയപ്പെട്ടവരെ. ദുനിയാവിന്റെ പിന്നാലെ പോയവരാരും രക്ഷപ്പെട്ടിട്ടില്ല. ദുനിയാവ് പെണ്ണായി, ദുനിയാവ് മണ്ണായി, ദുനിയാവ് പണമായി, ദുനിയാവ് ആഡംബരമായി മനുഷ്യ മനസ്സിനെ മയക്കിയെടുക്കുമ്പോ പിന്നാലെ പോയവരാരും രക്ഷപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല, അവരെല്ലാവരും ഇന്ന് ഖബറിന്റെ അകത്ത് കിടക്കുകയാ. മഹാനായ ഉമർ ഖയ്യാം എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രത്തില് ഏറ്റവും ചിന്തനീയമായ കാവ്യങ്ങൾ എഴുതുന്ന മഹാനായ കവിയുണ്ടല്ലോ, അദ്ദേഹം അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ഖബറുകളുടെ അകത്തേക്ക് കൈകടത്തിയിട്ട് ആ ഖബറിന്റെ അകത്തിരുന്ന് തലയോട്ടിയെടുത്ത് പുറത്തു വെച്ചിട്ട് ആ മഹാനായ ഉമർ ഖയ്യാം പാടിയിട്ടുണ്ട്, മരണമേ ഞാൻ നിന്നെ മാടി വിളിക്കുന്നു, കാമുകനായി ഞാൻ നിന്നിൽ ലയിക്കുന്നു. ഉമർ ഖയ്യാം പാടുമായിരുന്നു, ഞാൻ മരിക്കാൻ ആഗ്രഹിച്ചു നടക്കുന്നവനാണ്. ഉമർ ഖയ്യാം പറഞ്ഞിട്ടുണ്ട്, കാമുകിയെ കാമുകൻ ആഗ്രഹിക്കുന്ന പോലെ മരണമെന്ന് പറയുന്ന കാമുകിയെ ഉമർ ഖയ്യാം എന്ന കാമുകൻ കാമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പാട്ടുപാടി ഉമർ ഖയ്യാം റളിയല്ലാഹു അൻഹു നടക്കുമായിരുന്നു. അദ്ദേഹം ഖബറിന്റെ അകത്തിരുന്ന് എല്ലിൻ കഷണങ്ങൾ പുറത്തെടുത്തിട്ട് ആ എല്ലിൻ കഷണങ്ങൾ എടുത്ത് കയ്യിൽ വെച്ചിട്ട് മരണത്തെക്കുറിച്ച് അനുയായികൾക്ക് വാഴ്ന്നു പറഞ്ഞു കൊടുത്തു. ചിതറപ്പള്ളിയുടെ ഏതെങ്കിലും കുറച്ച് ഖബർ അങ്ങോട്ട് തുറന്നിട്ട് ഖബറിന്റെ അകത്ത് കുറച്ച് എല്ലും കൂട്ടം കൊണ്ടുവന്നതായി മേശപ്പുറത്തേക്ക് വെച്ചിട്ട് അമീൻ ഉസ്താദിന് പറയാൻ കഴിയും എത്രയോ വർഷങ്ങൾ കൊണ്ട് ഇവിടെ സേവനം ചെയ്യുന്നയാളാണ്. ഇത് ആരുടെ ഖബറിന്റെ അകത്തുനിന്ന് കിട്ടിയതാണെന്ന് എനിക്കറിയാം. ഈ ചിതറയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വക്കത്ത് പോലും ഈ പള്ളിക്കകത്ത് നമസ്കരിക്കാൻ വരാത്ത ഒരു മനുഷ്യന്റെ ഖബറായിരുന്നു അത്. അതിന്റെ അകത്തുനിന്ന് എല്ല് തോണ്ടിയെടുത്ത് ഞാൻ ഇവിടെ കൊണ്ടുവച്ചതാ. ഇത് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ എല്ലാണ്. അദ്ദേഹത്തിന്റെ മക്കളും മക്കളുടെ മക്കളും ഇവിടെ കാണും. ആധികാരികതയോടുകൂടി പറയാൻ കഴിയും. അടുത്ത എല്ലും കൂട്ട് എടുത്തുകൊണ്ടുവരാം. ചിതറ നാട് മുഴുവനും യുവാക്കളെ ആവാഹിച്ചെടുക്കാൻ ലിഫ്റ്റിക്ക് പുരട്ടിയിട്ട് നടന്നു പോര പെൺകുട്ടിയുടെ ശരീരത്തിന്റെ എല്ലിൻ കഷണമാണ്.
ദുർഗന്ധം സഹിക്കാൻ പറ്റുന്നില്ല, അതിന്റെ അടുത്ത് പോയി ഇരിക്കാൻ കഴിയുന്നില്ല. അടക്കിയാൽ 3 ദിവസം പോലും വേണ്ട ഞങ്ങളുടെ ശരീരം ചീന്തപ്പെടാൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ഒരു ചിന്ത നമുക്ക് വേണം, എപ്പോഴും വേണം. പക്ഷെ ദുനിയാവ് നമ്മളെ സമ്മതിക്കില്ല. ദുനിയാവ് വലിയ സൗന്ദര്യത്തിന്റെ ഏറ്റവും മൂർധന്യതയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഈ കാലമാണ് ഞാൻ പേടിക്കുന്ന കാലമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഏറ്റവും വലിയ മൂർധന്യതയിലാണ്. ഈ സൗന്ദര്യത്തിന്റെ മൂർധന്യതയിലുള്ള ദുനിയാവിനെ പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് ഞാൻ മരിക്കുമെന്ന് ചിന്തിച്ച് രാത്രി ഇരുന്ന് കരയണം. അതാണ് ഈമാനുള്ളവരുടെ ഈ കാലഘട്ടത്തിലെ അടയാളം.